എല്ലാ ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകങ്ങളും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കും സാധാരണ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വലിയ സംഭവമൊന്നുമല്ല ഇതിനകത്ത്. ടെക്നിക്സ് അല്ല, ശരിക്കും ഇതിൻ്റെ കോൺസെപ്റ്റാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ടെക്നിക്സ് നിങ്ങൾ എവിടെയും കണ്ടു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ലൈക്ക് ഹാക്കാണ്. ഹാക്ക് എല്ലാവർക്കും വർക്കാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചിന്തകൾ, തോട്ട്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഇമോഷൻസ് ആണ് ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ആക്ഷൻസ് ആണ് റിസൾട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നല്ല ഇമോഷൻസ് വരും. നല്ല ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ നല്ല ആക്ഷൻസ് വരും. നല്ല ആക്ഷൻസ് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കും. നേരെ തിരിച്ചാണെങ്കിലോ, മോശം ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ മോശം റിസൾട്ടുകൾ വരും, മോശം ആക്ഷൻസ് വരും. മോശം ആക്ഷൻസ് ഡെഫിനറ്റ്ലി മോശം റിസൾട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇമോഷൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ചിന്തകൾക്കും ഇമോഷനാണ് ഇരിക്കും. അവിടെയാണ് റീപ്രോഗ്രാമിംഗ് വേണ്ടതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ സംഭവം. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതുവരെ നമ്മളെ ലൈഫിലൂടെ പോകുന്ന പല ആക്ടിവിറ്റീസിനകത്തും നമ്മൾ അതിനെ എങ്ങനെയാണ്, ഏത് ഇമോഷനിലൂടെയാണ് അത് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണത്തെക്കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത് വിചാരിച്ചു. പണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആകുലതയാണ്. അയ്യോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എനിക്ക് തേയുന്നില്ലല്ലോ, എനിക്ക് തികയുന്നില്ലല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം എന്ത് ചെയ്യും? നിങ്ങൾ എത്രത്തോളം കുറച്ച് പറയുന്നു അത്രത്തോളം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നുള്ളതാണ്. ഉള്ളതിൽ നന്ദിയുള്ളവരാകുമ്പോൾ, ഉള്ളത് ഫുൾഫിൽഡ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ പോകുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കുന്നതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജോലിയാണെന്നുണ്ടെങ്കിലും ഒക്കെ, ജോലിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും ഫുൾ ടെൻഷനാണ്. അയ്യോ, ഭയങ്കര മോശമാണ് ജോലി എന്ന് പറയുന്ന സമയത്ത് ജോലികൾ മോശമായിക്കൊണ്ടേയിരിക്കും. മറിച്ച് ഞാൻ ഇപ്പോഴത്തെ ജോലിയിൽ വളരെ സംതൃപ്തനാണ്, എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നു, ഐ എം വെരി വെരി താങ്ക്ഫുൾ എന്ന രീതിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ അവസരങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഈ കോൺസെപ്റ്റ്.